നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സേഫ് ആകാൻ VS. അച്ചടക്ക ലംഘന വിഷയത്തിൽ VSനെതിരെ നടപടിയില്ലെന്ന് സൂചന. കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്നത് തൃപ്തികരവും ന്യായവുമായ തീരുമാനങ്ങളെന്ന് VS അച്യുതാനന്ദൻ. ഇക്കാര്യം പാർട്ടി ഔദ്യോഗികമായി അറിയിക്കുമെന്നും പ്രതികരണം. അതേസമയം VSനെ ഏത് ഘടകത്തിൽ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ തീരുമാനം സംസ്ഥാന ഘടകത്തിന് വിട്ട് കേന്ദ്ര നേതൃത്വം. പാർട്ടിയിൽ ഐക്യം ശക്തിപ്പെടുത്താനും നിർദ്ദേശം. EP ജയരാജനും PK ശ്രീമതിയും ആരോപണ വിധേയരായ ബന്ധു നിയമന വിവാദം അടുത്ത CCയിലെന്നും വിവരം. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ VSന്റെ നടപടി അച്ചടക്ക ലംഘനമെന്ന് PB കമ്മീഷൻ വിലയിരുത്തിയിരുന്നു. എന്നാൽ വിഷയത്തിൽ കേന്ദ്ര നേതാക്കൾക്കിടയിലും ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിർണായകമാവുക യെച്ചൂരിയുടെ നിലപാട്. സർക്കാരിന് വിമർശനം. മുൻ മന്ത്രി EP ജയരാജൻ ഒന്നാം പ്രതിയായ ബന്ധു നിയമന കേസിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് കത്ത് നൽകുമെന്ന് രമേശ് ചെന്നിത്തല. പിണറായി സർക്കാർ പൂർണ്ണ പരാജയമെന്നും ആക്ഷേപം. ഉദ്യോഗസ്ഥരുടെ ചേരിപ്പോരിൽ സംസ്ഥാനം നീങ്ങുന്നത് ഭരണസ്തംഭനത്തിലേക്ക്. ധാർമ്മികത പറയുന്ന CPM നേതൃത്വം കൊലക്കേസിൽ പ്രതിയായ MM മണിയോട് ആവശ്യപ്പെട്ടത് മന്ത്രിസ്ഥാനത്ത് തുടരാൻ. ക്രമസമാധാന പാലനത്തിലും സർക്കാർ പരാജയമെന്നും രമേശ് ചെന്നിത്തല. പ്രവാസികൾക്ക് പരിരക്ഷ. പ്രവാസി ക്ഷേമം മുഖ്യ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ മുൻഗണന. അനധികൃത റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിയന്ത്രിച്ച് യുവാക്കളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തും. PO കാർഡുള്ള പ്രവാസികളോട് അത് OCI കാർഡാക്കി മാറ്റാനും നിർദ്ദേശം. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ബംഗളൂരുവിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസിൽ. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ എംബസികൾക്ക് നിർദ്ദേശം. വിദേശ ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് പരിശീലനം നൽകാൻ പ്രവാസി കൗശൽ വികാസ് യോജന ആരംഭിക്കുമെന്നും മോദി. അതിനിടെ നോട്ട് പിൻവലിക്കൽ നടപടിയിൽ മോദിയെ പുകഴ്ത്തി അരുൺ ജെയ്റ്റ്ലി. പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് ഭാവിയിലേക്കുള്ള തീരുമാനങ്ങൾ. കറൻസി സംവിധാനം നടപ്പാക്കാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുമ്പോൾ മോദിയുടെ നയം ഡിജിറ്റൽ ഇന്ത്യയെന്നും കേന്ദ്ര ധനമന്ത്രി. പിളർപ്പിലേക്ക് ഒരു സവാരി. UPയിൽ പിളർപ്പിലേക്ക് പാഞ്ഞെടുക്കുന്ന സമാജ്വാദി പാർട്ടിയിൽ സമവായ ശ്രമങ്ങൾ വെറുതെയാക്കി വിട്ടുവീഴ്ചയ്ക്കില്ലാതെ മുലായവും അഖിലേഷും. തിരഞ്ഞെടുപ്പിലെ മത്സര നിലപാടും ഭൂരിപക്ഷവും വ്യക്തമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സമയം നാളെ തീരും. സൈക്കിളിൽ ഇക്കുറി സവാരി അച്ഛനോ മകനോ എന്ന ചോദ്യം ബാക്കി. ഭൂരിപക്ഷം MLAമാരും പിന്തുണ ഉറപ്പാക്കി യഥാർത്ഥ സമാജ്വാദി പാർട്ടിയുടെ അവകാശി താനെന്ന വാദവുമായി മുഖ്യമന്ത്രി അഖിലേഷ് യാദവ്. തന്നെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ പട്ടികയുമായി പാർട്ടി നേതൃസ്ഥാനം വിട്ടുകൊടുക്കാതെ മുലായം സിംഗ്. അച്ഛനും മകനും തമ്മിലുള്ള തർക്കത്തിനിടെ സമാജ്വാദി പാർട്ടിയുടെ തകർച്ചയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമിട്ട് BJPയും BSPയും. അതേസമയം പിളർപ്പിലെ നഷ്ടം തീർക്കാൻ കോൺഗ്രസുമായി സഖ്യസാധ്യത തേടി അഖിലേഷ്. തുടർ ചർച്ചകൾ അടുത്തയാഴ്ച രാഹുൽ ഗാന്ധി ലണ്ടനിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2670 രൂപ, പവൻ 21,360 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 കിരണ ചേരും. നമസ്കാരം.